ഞാൻ എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോൺസ് ബിരിയാണി. ക്ലീൻ ആക്കി വെച്ച പ്രോൺസിലോട്ട് ചില്ലി പൗഡർ, സോൾട്ട്, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ടർമറിക് ഇത്ര ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് മാറ്റി വെക്കണം. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് അത് മാറ്റി വെക്കാം. ഇനി മസാലയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സവോള കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്തിരുന്ന ബാലൻസ് ഓയിലിലേക്ക് തന്നെ സവോള ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് സോൾട്ടും ഇട്ട് ഒരു 10 മിനിറ്റ്സ് അടച്ച് കുക്ക് ചെയ്യണം. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പ്രോൺസും കൂടെ ആഡ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്ത ശേഷം കുറച്ച് ലെമൺ ജ്യൂസും കൊറിയാണ്ടർ ലീഫ് കൂടെ ആഡ് ചെയ്താൽ മസാല റെഡി. ഇനി ഒരു ബിരിയാണി പോട്ടിലോട്ട് ഈക്വലായിട്ട് ഗീയും ഓയിലും കൂടെ ആഡ് ചെയ്ത് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കി ഡ്രൈ ചെയ്ത് വെച്ചിരുന്ന റൈസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ റൈസ് സെറ്റ് ആവുക കേട്ടോ. ഞാൻ മസാല 2 ലെയർ ആയിട്ടായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീഫും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എന്റെ ബിരിയാണി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.